ഹലോ, ഇന്നൊരു പുതിയ വീഡിയോയിലാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് എങ്ങനെ ബിരിയാണി വെക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഒക്കെ അറിയാം, സവാള റെഡി ആയിട്ടുണ്ട് ഇവിടെ. അടുത്തതായിട്ട് നമ്മൾ തക്കാളിയാണ്. അപ്പോൾ തക്കാളിയൊക്കെ നുറുക്കി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. മറ്റൊന്നല്ല, നമുക്കൊരു ഗുണമുണ്ട് അതുകൊണ്ട്. നമ്മൾ തക്കാളിയുടെ തോല് കഴിക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് വലിയ കഷ്ണങ്ങളാകുമ്പോൾ തോല് നമുക്ക് വേറിട്ട് എളുപ്പത്തിൽ കിട്ടും. എല്ലാവരും വീട്ടിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. തോല് ഇങ്ങനെ 4 കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അതിൽ ചേർന്ന് അലിയും ചെയ്യും. പക്ഷേ നമുക്ക് തോല് വേറെ കിട്ടും ചെയ്യും. ഇപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ഇവിടെ മല്ലിച്ചപ്പ് ചെറുതാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട്. ചെറുത് കുനുകുനാന്നൊക്കെ പറയില്ല, അതുപോലെ. പിന്നെ വെളുത്തുള്ളിയാണുള്ളത്. വെളുത്തുള്ളി നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, തോലൊക്കെ നല്ല രീതിയിൽ കളയണം. കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയാണുള്ളത്. ഇഞ്ചി കുറച്ച് വലുപ്പത്തിലാണ് ഇവിടെ കാണുന്നത്. ഇതൊരിക്കലും അങ്ങനെ ഇടില്ല. നമ്മൾ മിക്സിയിൽ ജാറിലിട്ടിട്ട് നമ്മൾ ചതച്ചെടുക്കുന്നതാണ്. അത് കാണിച്ചു തരണ്ടേ. പിന്നുള്ളത് നമ്മൾ പച്ചമുളകാണ്. 4 അത് മതി. കാരണം നമ്മൾ മസാലകൾ ചേർക്കും. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം അത്ര മതി. കൂടുതലായി ചേർക്കുമ്പോഴുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ എരിവ് കൂടി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഉള്ള വീടാകുമ്പോൾ കഴിക്കാനൊക്കെ പ്രയാസമാവും. നമ്മൾ അടുപ്പത്ത് വലിയ ചെമ്പട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, ഓയിലല്ല. ഇത് നമ്മൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. അപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ തേങ്ങ വെട്ടി ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്. സവാള നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിയാണ് വേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി സവാള ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നന്നായിട്ട് ഇത് ഞാൻ മരത്തിൻ്റെ കയ്യിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ, നമ്മൾ മരത്തിൻ്റെ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കത് ചമ്പട്ടി വെച്ച് പോയാൽ തന്നെ ചൂട് അനുഭവപ്പെടില്ല. മറ്റത് നമുക്ക് പെട്ടെന്ന് ചൂട് അനുഭവപ്പെടും. അതുപോലെ തന്നെ കൈയൊക്കെ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അതിൽ നിന്നൊരു കാര്യം, നമ്മൾ അധികം യൂസ് ചെയ്യുമ്പോൾ മരത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ ഒരു കളറ് ചേഞ്ച് വരും. ഇപ്പോൾ നമ്മൾ ചുവപ്പാകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഇളം ചുവപ്പ് കളറായിട്ട് വരും. അപ്പോൾ അതിനർത്ഥം അത് നന്നായിട്ട് ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ ആവിയൊക്കെ വരൽ തുടങ്ങിയിട്ട് നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. മറ്റൊന്നല്ല, കുറച്ച് കുറവ് നമുക്ക് തോന്നിയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, കുറച്ചും കൂടി നമ്മൾ ടേസ്റ്റിനാണ് പച്ച വെളിച്ചെണ്ണയൊക്കെ നമുക്ക് നന്നായിട്ട് ഈ ബിരിയാണിയിലേക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഗുണമാണ്. അതിൽ ഉപരി നല്ല ടേസ്റ്റും ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇത് ഏകദേശം നന്നായിട്ട് ഉള്ളി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ജാറ് എടുത്തിട്ടുണ്ട്. ജാറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മിക്സിയുടെ ജാറാണിത്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്ന ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുക്കേണ്ടത്. നിങ്ങൾക്കറിയാം, നമ്മൾ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജാറാണത്. അപ്പോൾ അതിലേക്കിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സിയിലേക്ക് വെക്കാൻ പോവുകയാണ്. ജാറ് നന്നായിട്ട് അടക്കണം, അല്ലെങ്കിൽ തെറിച്ച് പോകും. അപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് വെക്കാൻ പോവുകയാണ്. ജാറ് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മിക്സി ഓണാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിയിലൊരു മിക്സിയുടെ തിരിക്കുന്ന ഒരു നമ്പർ 1 2 3 എന്നുള്ള നമ്പറൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ പോവുകയാണ്. മിക്സി ഏകദേശം നമ്മൾ ഓണാക്കാൻ പോവുകയാണ്. അപ്പോൾ മിക്സി ഇത് ഓണായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മിക്സി അപ്പോൾ നന്നായിട്ട് ഇത് സ്മൂത്തായിട്ട് ഇളകുന്നുള്ളൂ, പക്ഷേ ഹൈ സ്പീഡിലാണ് കറങ്ങുന്നത്. നന്നായിട്ട് മിക്സി ഇപ്പോൾ അരഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, നമുക്ക് അടിപൊളിയായിട്ട് ഇതാ കുഴമ്പ് രൂപത്തിലേക്ക് കിട്ടും ഇപ്പം നമുക്ക്. അപ്പോൾ ആ രീതിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു പുതിയതായി മേടിച്ച മിക്സിയാണ്. അപ്പോൾ അത് നമ്മളിവിടെ 0 1 2 3 എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ 0-ലിട്ടാൽ ഓഫാവും. പിന്നെ 0ൻ്റെ അപ്പുറത്തേക്ക് തിരിക്കുകയാണെങ്കിൽ ഹൈ സ്പീഡിൽ തന്നെ കിട്ടുകയാണ്. പിന്നെ 1 2 3 3-ലിടാം, 2-ലിടാം നമ്മുടെ സൗകര്യമാണ്. പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ 3-ലിടാം.
അപ്പോൾ നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ജെല്ല് രൂപത്തിലായിട്ടുണ്ട്. അത്രയും ഫിനിഷിംഗ് ആയിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അത് ജാറ് നമ്മൾ മിക്സിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഇപ്പുറത്തേക്ക് വെക്കുകയാണ്. അടുത്തതായിട്ട് നമ്മളുള്ളത് നമ്മുടെ രണ്ടാമതായിട്ട് ഉള്ളിയിലേക്ക് തക്കാളി, ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം തക്കാളി രണ്ടാമത് ഇടാൻ പോവുകയാണ്. കാരണം ഉള്ളി ആദ്യം ഇടാൻ പോകുന്ന കുറച്ച് സമയം പിടിക്കുന്ന ഒരു വെജിറ്റബിൾ ആയതുകൊണ്ടാണ്, അത് വാടി വരാനൊക്കെ സമയം പിടിക്കും. അതുകൊണ്ടാണ് ആദ്യം ഉള്ളി ഇട്ട് രണ്ടാമത് നമ്മൾ തക്കാളി ഇടാൻ പോവുകയാണ്. തക്കാളിക്കും ഏകദേശം കുറച്ച് സമയം പിടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് തക്കാളി ഇടുന്നത്. തക്കാളി നന്നായിട്ട് നമ്മൾ അത് നന്നായിട്ട് ഇങ്ങനെ നേരത്തെ ഉള്ളി ഇട്ട പോലെ തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. വഴറ്റി കൊടുക്കുമ്പോൾ തക്കാളിയുടെ ഒരു കളറ് മാറുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ അതിൽ ഒരു സ്മെല്ലൊക്കെ അടിക്കും. നമുക്ക് ഉള്ളിലേക്ക് സ്മെല്ലൊക്കെ അടിക്കും. അപ്പോൾ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് നമ്മൾ കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഏകദേശം ആവുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ മുളകിനും ഒരു ഏകദേശം വേവ് ഒരേ രൂപത്തിലായതുകൊണ്ടാണ് തക്കാളിയുടെ കൂടെ മുളക് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് തക്കാളി ഒന്ന് വേണമെങ്കിൽ കയ്യിലോണ്ടൊന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കാമെന്ന് പെട്ടെന്ന് ആവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച്. അടുത്തതായിട്ട് നമ്മൾ മല്ലിച്ചപ്പ് വിതറി ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ അതിൽ മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മല്ലിച്ചപ്പ് അതിൽ മിക്സ് ചെയ്യുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരച്ചത് എടുത്തിട്ടുണ്ട്. ആ പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. അപ്പോൾ നന്നായിട്ട് അതും നമ്മൾ നന്നായിട്ട് ഇളക്കി ശരിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് പേസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നമ്മൾ എത്രത്തോളം നമ്മൾ ഇതിലേക്ക് സാധനങ്ങൾ ആഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ബിരിയാണി ഉഷാറായിട്ട് കിട്ടും. നമ്മൾ പരമാവധി മാക്സിമം ഇത് നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മസാല ബിരിയാണീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മസാല വേണം, എന്നാലാണ് ആ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു അളവ് അറിയാത്തവർ ഇപ്പം നമ്മൾ ഓരോ സാധനം ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മളെ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. അല്ലാതെ നമ്മൾ ഉപ്പ് ഒരു സ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടും. അപ്പം നമുക്കറിയാം ഏകദേശം അത് പാചകം ചെയ്ത് ശീലമുള്ളവർക്ക് മാത്രമാണ് ഉപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാവർക്കും അത് കഴിയണമെന്നില്ല. അപ്പോൾ അത് പാചകം ചെയ്ത് ശീലമുള്ളവർക്കാണ് ഇത്ര സാധനത്തിന് ഇത്ര ഉപ്പ് എന്ന്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇപ്പോൾ വേപ്പിലിട്ടിട്ടുണ്ട്. വേപ്പിലിട്ടിട്ട് അതിൽ കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ ഇട്ടത് വേപ്പിലയാണ്. അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ക്ലിയർ കുറഞ്ഞത്, കാരണം ആവിയുടെ കാരണത്താൽ കാണുന്നില്ല. ഞാൻ അടുത്ത് നമ്മൾ കുക്കറിൽ ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ കുക്കറിൽ വെക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഈസി കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ലഗോണാണ്. നിങ്ങൾക്കറിയാം ലഗോണിന് വേവ് നന്നായിട്ട് വേണം, എന്നാലാണ് അത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടുപ്പത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സമയം പിടിക്കും. അതുകൊണ്ട് ഇതിൽ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ ഇറച്ചി മസാലയും കാര്യങ്ങളും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഉപ്പൊക്കെ കുറച്ചിട്ടിട്ട് ഈ ഇറച്ചി നമ്മൾ കുക്കറിൽ വെക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ഇപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 5-6 വിസിലടിച്ച് കഴിഞ്ഞാൽ കുക്കർ നമ്മൾ എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ കുക്കർ ഇപ്പോൾ ഏകദേശം ഒരു വിസിലടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വിസിലുകൊണ്ട് നമ്മുടെ ക്യാമറ ബ്ലറായിക്കുന്നുണ്ട്. എന്തായാലും വിസിലടിച്ചിട്ടുണ്ട്. ശബ്ദം ഞാൻ ഇതിൽ കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ വെള്ളം പുറത്തേക്ക് വന്നു കേട്ടോ. ഈസി കുക്കിൽ നമ്മൾ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെള്ളം വന്നു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈസി കുക്കിൽ അങ്ങനെ വെക്കരുത്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഇറച്ചി ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇറച്ചി. അപ്പം നമ്മൾ വാട്ടിയ തക്കാളി, ഉള്ളി ആ ഒരു മിക്സറിലേക്ക് നമ്മൾ ഇറച്ചി ഇട്ടിട്ടുണ്ട്. ഇറച്ചി ഇട്ടിട്ട് ഇനി നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ മസാല ഇറച്ചിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ബിരിയാണിയുടെ സ്മെല്ല് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അടുപ്പത്തുള്ള തീയിൻ്റെ ഒരു വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു വിറകുകളൊക്കെയാണ്. നിങ്ങൾക്കറിയാം നല്ല ഉണക്കമുള്ള വിറകാകുമ്പോൾ നമുക്ക് നന്നായിട്ട് കത്തി കിട്ടും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത് നമ്മൾ അരിയാണ്. അരി നമ്മൾ വേറെ പാത്രത്തിൽ തന്നെ വെക്കണം. കാരണം അരി കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ഗ്രാമ്പൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു ചുവയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ വെള്ളം ഏകദേശം അരി വെന്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളൊരു മീഡിയം ലെവലിൽ വേവുമ്പോൾ കൂടുതൽ നമ്മൾ ഉടയരുത്. ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് നമ്മളിപ്പോൾ കോരിയിലേക്ക് വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. പടിയില ഹോട്ടലിൽ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മുക്കിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വറ്റിച്ച് ചോറും നമ്മൾ എന്ത് ചെയ്യുക, നേരെ ആ ബിരിയാണിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബിരിയാണിയുടെ മുകൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മസാല റെഡിയാക്കിയിട്ടുണ്ടല്ലോ, മസാല റെഡിയാക്കിയിട്ട് ഇറച്ചി മിക്സ് ചെയ്ത മസാലേൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ അരി ഈ വെന്ത ചോറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മളത് നല്ല അടിപൊളിയായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് കുറച്ച് നേരം നമ്മളൊരു ദമ്മ് ഇടുക എന്നൊക്കെ പറയുമല്ലോ, നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുകയെന്നറിയില്ല. മുകളിൽ നിന്ന് ആവി വരുമ്പോൾ അവിടുത്തെ ഒരു ആവി കൊണ്ട് മുകളിലൊന്ന് കറക്റ്റൊന്ന് വേവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുകളിൽ നല്ല രീതിയിൽ പാത്രം കൊണ്ടൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ അടച്ച് വെക്കണത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഇങ്ങനെയാണ് അങ്ങനെ ഒരു ബിരിയാണീൻ്റെ പ്രൊസീജിയർ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മൾ പാത്രം കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ടൈറ്റായിട്ടുള്ള പുറത്തേക്ക് ആവി പോവാത്ത രീതിയിലുള്ള പാത്രത്തിലാവണം അടച്ച് വെക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് അതിൻ്റെ നമ്മൾ റെഡി ആയിട്ടുണ്ട്, ടൈമർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ചോറ് മാറ്റുകയാണ്. നമ്മൾ മുകളിലേക്ക് ഇട്ട ചോറ് സൈഡിലേക്കൊക്കെ മാറ്റാൻ കാരണം അതിൻ്റെ അടിയിലാണല്ലോ മസാല. അപ്പം മസാല കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളെ ചോറൊക്കെ കോരിയെടുത്ത് മുകളിലോട്ട് ഇടുകയാണ്. അത് നിങ്ങളുടെ സൗകര്യത്തിന് എന്തും ചെയ്യുന്ന, ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ കാരണം നമ്മൾ മുഴുവനായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് ഇളക്കുമ്പോൾ നമുക്ക് ചോറ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ലൈറ്റായിട്ട് വരുന്നവർക്ക് ഫുഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കേടുവന്ന് പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ സൈഡിൽ നിന്ന് ഇവ അടിപൊളിയാണ് കേട്ടോ, നമ്മളെ മസാലയൊക്കെ റെഡിയാണ്. ഇതാ ബിരിയാണിൻ്റെ സ്മെല്ലൊക്കെ അടിച്ച് പൊളിച്ച് വരുന്നുണ്ട്. പിന്നെ സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ മുമ്പ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മറ്റേ നമ്മുടെ ഗരം മസാലയുടെ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറേ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്കറിയാം. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളതിൽ മിക്സ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ബിരിയാണിയുടെ അടിപൊളിയായിട്ട് സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. കാരണം അതിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പെട്ടെന്നത് കംപ്ലൈൻറ്റ് വരും, വൈകിട്ടാകുമ്പോൾ ഇത് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ആവശ്യത്തിന് ഇത് മാത്രം ബിരിയാണി എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നല്ലൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാൻ കഴിയും. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് കാണിക്കുന്നത്. നല്ലൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ മിക്സ് ചെയ്ത ബിരിയാണി നമ്മളിതിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. സ്മെല്ലൊക്കെ ഉണ്ട്, എൻ്റെ മൂക്കിലേക്ക് അടിച്ച് കയറുകയാണ് ബിരിയാണിയുടെ സ്മെല്ല്. അപ്പോൾ സൂപ്പറാണ്, നിങ്ങളൊന്ന് വെച്ച് നോക്കണം. എന്തായാലും ഇത് വളരെ സിമ്പിളായിട്ട്, നമ്മൾ വീഡിയോയിൽ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിൽ പോലും നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. നമുക്ക് വിരുന്നേരൊക്കെ പെട്ടെന്ന് വരുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ തന്നെ കാരണം. അപ്പോൾ അതവിടെ നമ്മൾ ചെറിയൊരു അതിനാവശ്യമുള്ള ഒരു നമ്മൾ സാലഡ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ഉള്ളി അധികമൊന്നും ഇല്ലാതെ കുറച്ച് സുറുക്ക ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ കുനുകുനാ അരിഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അച്ചാർ കടകളിൽ നിന്ന് വാങ്ങിയതാണ്, പുറത്തുനിന്ന് ഇവിടെ ഉണ്ടാക്കിയതല്ല ഉള്ളത് പറയാലോ. അപ്പം നല്ല അടിപൊളി അച്ചാറുണ്ട് കേട്ടോ, നാരങ്ങ അച്ചാറാണ്. നാരങ്ങയാണ് കിടക്കുന്നത്. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നാരങ്ങയുടെ കുരുവാണ് അപ്പുറത്ത്. അപ്പം നിങ്ങൾക്ക് നമ്മൾ വെറുതെ പറയുന്നതല്ല, നാരങ്ങ അച്ചാറാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വെച്ച് നോക്കണേ, അത് മറക്കരുത്. ബിരിയാണി കഴിച്ച് അടിപൊളിയായ ഇത് സൂപ്പർ ബിരിയാണി ആയിട്ട് ഞാനതൊന്ന് കഴിച്ച് നോക്കട്ടെ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഒന്ന് കഴിച്ച് നോക്കട്ടെ. വാവ് സൂപ്പർ, ഞാൻ പറഞ്ഞില്ല അടിപൊളിയാണ്, വെറുതെ പറയുന്നല്ലോ കേട്ടോ, സൂപ്പറാണ്, അടിപൊളി, നാച്ചുറൽ എന്നൊക്കെ പറയില്ലേ, ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറക്കരുത്. ഒരിക്കൽ കൂടി പറയണം. അപ്പോൾ താങ്ക് യു, അടുത്ത വീഡിയോയിൽ കാണാം.